ഏറ്റുമാനൂർ നഗരമധ്യത്തിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ കോമ്പൗണ്ടിലെ അപകട ഭീഷണി ഉയർത്തുന്ന പാഴ്മരങ്ങൾ വെട്ടിനീക്കുവാൻ അടിയന്തര നടപടി അധികൃതർ സ്വീകരിച്ചു. പാഴ്മരങ്ങൾ വളർന്ന് സ്കൂളിന്റെ ചുറ്റുമതിലടക്കം മറിഞ്ഞു വീഴുന്ന സ്ഥിതിയിലായ വാർത്ത കഴിഞ്ഞ ദിവസം സ്റ്റാർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപകടാവസ്ഥയിലായ മരങ്ങൾ വെട്ടിനീക്കുവാൻ അനുമതി വേണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ അധികൃതർ കളക്ടർക്കടക്കമുള്ളവർക്ക് നിവേദനം നൽകിയിരുന്നു. 1 വർഷത്തിലധികമായി നടപടി ഇല്ലാതിരുന്ന പ്രശ്നത്തിനാണ് പരിഹാരമാവുന്നത്. കഴിഞ്ഞ ദിവസം സ്കൂൾ വിദ്യാർത്ഥി വൈദ്യുതാഘാതമേറ്റ സ്കൂൾ കോമ്പൗണ്ടിൽ മരണപ്പെട്ട സംഭവം ഉയർത്തിയ ജനകീയ പ്രതിഷേധവും സുരക്ഷാ പ്രശ്നവും രക്ഷിതാക്കളിൽ ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഏറ്റുമാനൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന വിഷയം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി മരങ്ങൾ വെട്ടിനീക്കുവാൻ അനുമതി നേടിയത്. 3 തവണ ലേലം ചെയ്യുകയും ആരും എടുക്കാതിരിക്കുകയും ഇങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥയിൽ വീണ്ടും അപകട ഭീഷണി ഇവിടെ നിലനിൽക്കുന്നതിനാൽ ഇവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് റോഡിൻ്റെ സൈഡിൽ. മനുഷ്യർക്കും കുട്ടികൾക്കും കെട്ടിടങ്ങൾക്കും എല്ലാം അപകടം ഉണ്ടാകുന്ന ഈ അവസ്ഥയിൽ അടിയന്തര പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇത് വെട്ടിമാറ്റാൻ നഗരസഭയുടെ സെക്രട്ടറി ശ്രീ ബിനുജി സാറും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും ചെയർപേഴ്സണും എല്ലാം ഇടപെട്ടുകൊണ്ട് കളക്ടറെ ഇത് ബോധ്യപ്പെടുത്തുകയും അതിനെല്ലാ ശ്രമങ്ങളും നടത്തി. അങ്ങനെ ഇപ്പം സെക്രട്ടറി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇപ്പോൾ ഇത് വെട്ടിമാറ്റാനുള്ള ഒരു അനുവാദം തന്നിരിക്കുകയാണ്. ജനങ്ങൾക്കും അതുപോലെ തന്നെ വഴി നടക്കുന്ന വണ്ടികൾക്കും വാഹനങ്ങൾക്കും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ അപകട ഭീഷണിയായിട്ടുള്ള ഈ മരം വെട്ടിമാറ്റാനുള്ള നീക്കത്തിന് എല്ലാവരും സഹകരിക്കണം. അങ്ങനെ ഒരു അപകടാവസ്ഥ ഒഴിവാക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഉദ്യമനത്തിന് മുൻകൈ എടുത്ത് ഇറങ്ങിയത്.